ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ. നമ്മളെല്ലാവരും ഉറങ്ങാൻ കിടക്കാറുണ്ട് അല്ലേ? നാളെ എണീക്കുന്നു വല്ല ഉറപ്പുണ്ടോ? ഇന്ന് നമ്മൾ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ നാളെ എണീക്കുന്നുള്ളത് ആർക്കും ഉറപ്പില്ലാത്ത ഒരു സത്യമായ ഒരു കാര്യമാണ് അല്ലേ? ആ എണീറ്റാൽ ഭഗവാനോട് നമ്മൾ നന്ദി പറയാറുണ്ടോ? പറയാറില്ലെങ്കിൽ പറയണം കേട്ടോ, ഉറപ്പായിട്ടും പറയണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ദിവസം തന്നതിന് നമ്മൾ ഒരു ദിവസമെങ്കിലും ഒരു നേരെങ്കിലും ഭഗവാനെ വിളിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ദിവസം തന്നതിന് ഭഗവാനോട് നന്ദി പറയണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുക? ആ പായലിരുന്നിട്ട് നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുക? കണ്ണ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നോക്കേണ്ടത് നമ്മളെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ചിട്ട് കൈകളിലേക്കാണ്. കൈകളിലേക്ക് നോക്കിയിട്ട് എന്ത് പറയണം? കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേത് ഗോവിന്ദ. കരാഗ്രേ വസതേ ലക്ഷ്മി, അഗ്രഭാഗത്ത് എന്താ പറയുക, ലക്ഷ്മി ദേവി ആയിരിക്കുന്നത്, നടുഭാഗത്ത് സരസ്വതി ദേവി, അറ്റഭാഗത്ത് അഗ്രഭാഗത്ത് ഗോവിന്ദനാണ് ഇരിക്കുന്നത്. അപ്പോൾ ലക്ഷ്മി ദേവിനെ എന്താ നമ്മൾക്ക് ധനത്തിനെ, നമ്മളെ ജീവിതത്തിലെ ഐശ്വര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ലക്ഷ്മി ദേവിയാണെന്ന് നമ്മൾ പറയും. നമ്മളുടെ സങ്കല്പം അതാണ് അല്ലേ? സരസ്വതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മളെ വിദ്യയാണ്, നമുക്ക് വിദ്യ നൽകുന്ന അമ്മയാണ് സരസ്വതി എന്ന് പറയുന്നത്. ഗോവിന്ദൻ ആരാ? സാക്ഷാൽ എന്താ പറയുക, എല്ലാം പരബ്രഹ്മസ്വരൂപത്തിൻ്റെ ഒരു രൂപമാണ് ഭഗവാന്റെ ഗോവിന്ദ രൂപം. അത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ലാളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഉണ്ണിയുടെ ഭാവമാണ് അല്ലേ? അപ്പോൾ ആ ഭഗവാനെ കിട്ടണമെങ്കിൽ ഭഗവതിമാരൊക്കെ നമ്മൾ മനസ്സുകൊണ്ടാണ്. നമ്മളെ ഈ കൈകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹൃദയമാണ്. ആ ഹൃദയത്തിലാണ് ആദ്യം അമ്മ ലക്ഷ്മി ദേവിനെ കാണുന്നതും, പിന്നെ സരസ്വതി ദേവിനെ കാണുന്നതും, പിന്നെ ഗോവിന്ദനെ കാണുന്നതും. അപ്പോൾ രാവിലെ എണീറ്റ് ആ പായലിരുന്നിട്ട് അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ എണീറ്റ് നിത്യകർമ്മങ്ങളിലേക്ക് കടന്നു നോക്കും. അന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ആ എനർജി അല്ലെങ്കിൽ നമുക്ക് പറയാനാവാത്ത അവസ്ഥയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസത്തിലും അങ്ങനെ ചെയ്ത് നമ്മൾ നിത്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്കപ്പോൾ ഉയർച്ച തന്നെ വരുള്ളൂ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു വരുന്നതിൻ്റെ പിന്നിലൊരു വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇത് സത്യം തന്നെയാണോ? നമ്മളെ ഹൃദയത്തിൽ ലക്ഷ്മി ദേവിയോ സരസ്വതി ദേവിയോ ഭഗവാനോ ഉണ്ടോ? ആ ഒരു സംശയം എല്ലാവർക്കും, ഒട്ടുമിക്ക ആൾക്കാർക്കും സംശയമുണ്ട്. ഭഗവാൻ ഉണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് തെളിവാണ് എന്നൊക്കെ നമ്മളോട് ചോദിക്കാറില്ലേ? അതിനൊരു കുഞ്ഞൊരു ഇത് പറഞ്ഞു തരാം ഞാൻ. നമ്മൾ അമ്മമാരുണ്ടാക്കുന്ന ഭക്ഷണത്തിന് ഒരു പ്രത്യേക സ്വാദുണ്ടെന്ന് നമ്മൾ പറയാറില്ലേ? അമ്മ വാരി തരുന്ന ആ ഭക്ഷണത്തിന് ഒരു പ്രത്യേക സ്വാദുണ്ടെന്ന് പറയാറില്ലേ? അതെന്തുകൊണ്ടാണ്? അമ്മ തരുന്ന ആ ഭക്ഷണം, അല്ലെങ്കിൽ അമ്മ ഉണ്ടാക്കുന്ന ആ ഭക്ഷണം എന്ന് പറയുന്നത് ഒന്നിനും അളവില്ല. അമ്മയ്ക്ക് തോന്നുന്ന അളവ് തന്നെയാണ് ഇടുന്നത്. അതെവിടെ നിന്നാണ് ആ തോന്നൽ വരുന്നത്? നമ്മളെ ഹൃദയത്തിൽ നിന്ന്. ആ ഹൃദയത്തിലാണ് നമ്മളെ ഭഗവാൻ ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ ഹൃദയം എന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മൾ വിചാരിക്കും നമ്മളെപ്പോഴും ഹൃദയത്തിനോടാണ് ചേർത്ത് കൈവയ്ക്കുക. പക്ഷേ നമ്മൾക്ക് എപ്പോഴും പ്രവർത്തിക്കാനുള്ള എല്ലാതും തന്നെ നമ്മളെ സഹസ്രാരപത്മം എന്ന് പറയണ നമ്മളെ തലച്ചോറ് അല്ലേ? നമ്മളെ മൈൻഡാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ ഓട്ടോമാറ്റിക് നമ്മൾക്ക് എപ്പോഴും കൈ പോവുക ഹൃദയത്തിനോട് ചേർന്നിട്ടാണ്. അതെന്തോ ആവട്ടെ, പക്ഷെ ആ ഭക്ഷണത്തിന് സ്വാദ് കൂടുന്നത് എന്തുകൊണ്ടാണ്? ആ അമ്മ അത്രയും അതിലേക്ക് മനസ്സ് കൊടുത്ത് ചെയ്യുന്ന കർമ്മമായതുകൊണ്ടാണ്. ആ മനസ്സ് കൊടുക്കാൻ തന്നെയാണ് നമ്മളെ ഭഗവതായിക്കോട്ടെ ഭഗവത്ഗീത ആയിക്കോട്ടെ നമ്മൾ ഭഗവാനിലേക്ക്, അല്ലെങ്കിൽ ഏത് ഈശ്വരനെയാണോ നിങ്ങൾക്ക് വിശ്വാസം, ആ ഈശ്വരനിലേക്ക് നമ്മളെ മനസ്സിനെ പൂർണ്ണമായിട്ട് അർപ്പിക്കുക. അപ്പോൾ നിങ്ങൾ ആ അർപ്പിക്കുന്ന ആ കർമ്മങ്ങൾക്കും ഭംഗി കൂടും, മാറ്റുകൂടും. അപ്പം എന്തുണ്ടാവുക? നമ്മളിൽ ഭഗവാൻ എപ്പോഴും അനുഗ്രഹം ചെയ്തിട്ടിരിക്കും. അപ്പം ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. ഇന്ന് ഇത്രയല്ലോ കേട്ടോ. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു.